ഹലോ എവ്രി വൺ വെൽക്കം ടു കീസ് ആൻഡ് ടോക്സ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. വേറൊന്നും കൊണ്ടല്ല, ആകെപ്പാടെ തിരക്കായിരുന്നു. ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ ഒരാഴ്ച പനി, അങ്ങനെ നീണ്ടുപോയി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ? ഞങ്ങൾ ക്രിസ്മസിന് ഒരു മൂന്നാർ ട്രിപ്പ് പോയിരുന്നു. മൂന്നാറ് അല്ലാതെ ഞങ്ങൾ പോയിട്ടുണ്ട്. മൂന്നാറ് നമ്മുടെ സൈറ്റ് സീയിങ് ആയിട്ട് പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു ഓഫ് റോഡ് ട്രിപ്പ്, അതായത് കുളുക്കുമലൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഓഫ് റോഡ് ആയിട്ട് ഉള്ള റോഡിലൂടെ ഒരു യാത്രയായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു. രാവിലെ നമുക്ക് സൺറൈസ് ഒക്കെ കാണാൻ പറ്റി. നല്ലൊരു ഫീലും നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ ഓഫ് റോഡ് കൊളുക്കുമലൈ ട്രിപ്പിനെ പറ്റിയാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഞങ്ങൾ ഏകദേശം വെളുപ്പിനെ അങ്ങ് ഇറങ്ങി. കാരണം ഇതൊരു ക്രിസ്മസിന് മുന്നായിട്ടുള്ള സമയം അല്ല, ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മൂന്നാറൊക്കെ ഭയങ്കര തിരക്കാന്ന് ഓൾറെഡി ന്യൂസിലൊക്കെ കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങി. ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയപ്പോൾ തന്നെ പകുതി ദൂരം എത്തിയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ മൂന്നാറിലോട്ട് പോകുന്ന വഴി തന്നെ ഒരു ചിയാപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ നിർത്തിയിരുന്നു. അവിടെ കുറച്ച് കൊച്ചു കൊച്ചു കടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു പൈനാപ്പിളൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ പൈനാപ്പിൾ ഈ മുളക് ഇട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് കഴിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നല്ല വാട്ടർഫോൾസ് കണ്ടു. ചിയാപ്പാറ വാട്ടർഫോൾസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ ഒഴുകി വരും. അപ്പം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല റഷ് ഉണ്ടായിരുന്നു അവിടെയും. പിന്നെ പോകുന്ന വഴിയാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നിറയെ അറിയാലോ, മൂന്നാർ എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടങ്ങളുടെ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ തേയിലത്തോട്ടങ്ങളായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നല്ല വ്യൂവിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളി സ്ഥലമാണ്. ഭയങ്കര റഷ് കാരണം കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞങ്ങൾ എവിടെയോ ഒതുക്കി നിർത്തി ഇങ്ങനെ എടുത്തതാണ് ഈ ഒരു വ്യൂവ്. ഞങ്ങൾ അത് കഴിഞ്ഞ് പോയത് നമ്മുടെ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡനിലായിരുന്നു. അവിടെ ഒരുപാട് പൂക്കളും പിള്ളേർക്ക് കളിക്കാൻ കുറേ സ്ഥലങ്ങളും പിന്നെ ഒത്തിരി എന്താ പറയുക, നല്ല ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നാണ്. നല്ല രസമായിരുന്നു. നല്ല പ്രകൃതി ഭംഗി ഇണങ്ങി അവരത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ആണെങ്കിൽ ഒരുപാട് റഷ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയാകാറായപ്പോഴാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് വലിയ റഷ് ഇല്ലായിരുന്നു. അവിടെ വൈകിട്ടാണ് ശരിക്കും ലൈറ്റൊക്കെ ഇട്ട് കാണേണ്ടിയത്. ഞങ്ങൾക്കത് പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് എത്താനും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ ആ പൂക്കളുടെ വീഡിയോ ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ആ റോഡ് അവരിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചള്ളയോ മണ്ണോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. എല്ലാം വെൽ കൺസ്ട്രക്റ്റഡ് ആയിരുന്നു. ഇത്രയും നല്ല രസത്തിൽ ആ പൂക്കളെ അവർ നോക്കുന്നുണ്ട്. ഇത് നിറച്ചാണെങ്കിൽ ബാൾസം ആയിരുന്നു. ബാൾസത്തിൻ്റെ പല വെറൈറ്റി കളറുകൾ, പല ടൈപ്പുകൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ മെലസ്റ്റോമ ചെടികൾ, അങ്ങനെ നല്ല ഞങ്ങൾ ഏകദേശം ഒരു 4:15 തന്നെ എഴുന്നേറ്റ് 4:30 ആയപ്പോൾ ജീപ്പൊക്കെ റെഡിയായി. അങ്ങനെ ജീപ്പിൽ കയറി ഞങ്ങൾ കുളുക്കുമലയിലോട്ട് യാത്രയായി.
ഇതാണ് കൊളുക്കുമല റൂട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഓഫ് റോഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്ക് സൈഡിലാണ് ഇരുന്നത് ജീപ്പിന്റെ. അയ്യോ! നമുക്ക് ശരിക്കും നല്ല നടുവേദനയൊക്കെ എടുക്കും. എന്നാലും ആ ട്രിപ്പ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു തണുപ്പില് ആ ഒരു ജീപ്പ് യാത്ര അടിപൊളി യാത്രയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് ജീപ്പുകളുണ്ട് ഇങ്ങനെ ഈ റൂട്ടിൽ പോകുന്നത്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ജീപ്പുകളെ കിട്ടും. അതല്ല അവിടെ ചെന്ന് എടുക്കുന്നവരും ഉണ്ട്. പക്ഷേങ്കിൽ എപ്പോഴും ജീപ്പ് കിട്ടണമെന്നില്ല. ഇപ്പൊ ഈ റഷ് ടൈമിലാണെങ്കിൽ ശരിക്കും ഞങ്ങൾ 2 പേരായിട്ടാണ് ഒരു ജീപ്പ് ബുക്ക് ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഹോട്ടലിലുണ്ടായിരുന്ന ഒരു കപ്പിളിന് ജീപ്പ് കിട്ടിയില്ല. അങ്ങനെ ഹോട്ടലുകാർ ഞങ്ങളോട് ചോദിച്ചു അവരെയും കൂടെ ഉൾപ്പെടുത്താമോ എന്ന്. അങ്ങനെയാണ് അവരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പൊ ശരിക്കും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇത്രയും റഷ് ടൈമിൽ ചിലപ്പോൾ ജീപ്പ് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൊളുക്കുമല മാത്രം ഉദ്ദേശിച്ച് പോകുന്നവർ നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഹോട്ടലിലും ബുക്കിംഗ് സിസ്റ്റം കാണും. അങ്ങനെ ഇതാണ് ആ ഒരു റോഡെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ഗാംഭീര്യം. അത്രയും ഓഫ് റോഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 5:15 ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് കുളുക്കുമല എത്തി. അടിപൊളി വ്യൂ ആയിരുന്നു. ചെന്നപ്പോൾ തന്നെ ഒന്നും കാണാനില്ല. പക്ഷേങ്കിൽ ആ ഒരു ചുവപ്പ് നിറം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തോ ഒരു രസമായിരുന്നു. അതിൻ്റെ ആ ഒരു തണുപ്പിൽ നിന്ന് ഈ ഒരു വ്യൂ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വർഗം പോലായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഈ സൺറൈസിന് വേണ്ടി. അതിൻ്റെ ഓരോ അതായത് ആ ഒരു സണ്ണിൻ്റെ ഗോളം ഇങ്ങനെ വലുതാവുന്ന നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. എന്തൊരു ഭംഗിയായിരുന്നു ആ മഞ്ഞ് ഇങ്ങനെ കൂടി കൂടി ആ ചുമപ്പിലൂടെ ഇങ്ങനെ വരുന്നത് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഓരോന്നിൻ്റെയും വ്യൂവും ഫോട്ടോസും എല്ലാം എടുത്തിരുന്നു. പിന്നെ അതിങ്ങനെ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, ആ സൺ ശരിക്കും പുറത്തോട്ട് വരുന്നത് കാണാൻ വേണ്ടി. ആഹാ! എന്തൊരു ഭംഗിയാണ് ല്ലേ? ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ്. ശരിക്കും കഷ്ടപ്പാടായിരുന്നു അവിടെ എത്താന്. പക്ഷേങ്കി വന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശരിക്കും വരണ്ടിയൊരു സ്ഥലമായിരുന്നു. ദേ നോക്കിക്കേ എന്തൊരു ഭംഗിയാ. സൂര്യനൊക്കെ ഉദിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഒരു ടീ ഫാക്ടറി ആയിരുന്നു. ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ടീ ഫാക്ടറി. അടിപൊളി ഫാക്ടറി ആയിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തന്നു, എല്ലാം കാണിച്ചു തന്നു. ടിക്കറ്റിന് എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചായയും കുടിച്ച് നല്ല സൂപ്പർ ചായയും കുടിച്ച് ഞങ്ങൾ വിസിറ്റിന് പോയി. ഇതാണ് അവരുടെ ഫാക്ടറി. സൂര്യൻ നെല്ലി എന്ന് പറയും. ഒരു പഴയ ഫാക്ടറിയാണ്. പക്ഷേങ്കിൽ നല്ലതായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ അകത്തുള്ള ഫോട്ടോസ് ഒന്നും അവരെടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് വെളിയിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറിയും വിസിറ്റ് ചെയ്ത് തിരിച്ച് ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയായിരുന്നു. അടിപൊളി വ്യൂവും അടിപൊളി സ്ഥലവും ക്ലൈമറ്റും എല്ലാം ആയിരുന്നു. അതും ഇത്രയും തിരക്കിൽ നമ്മൾ ശരിക്കും മൂന്നാറിൻ്റെ അല്ലാത്ത ശരിക്കും നമ്മൾ കാണേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. എന്താ മാട്ടുപ്പെട്ടി ഡാമുണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും ഞങ്ങളത് നേരത്തെ ഒരു ട്രിപ്പിന് ഞങ്ങൾ അതിനായിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങ് ആ തിരക്കിൽ പെടാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവിടെയൊക്കെ ഭയങ്കരം തിരക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു മൂന്നാർ ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ കൊളുക്കുമലയിൽ പോകാൻ ആഗ്രഹമുള്ളവരോ വല്ലതും ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് വഴി എന്നോട് ചോദിച്ചാൽ മതി. എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.